വാനിൻ കോണിലുദിച്ചുയർന്നു ഭുവനം മെല്ലെ കുളിർപ്പിക്കുമാവാർ തിങ്കൾ ചിരി പോലെ ഇന്നുമുയിരിൽ വിട്ടം പരത്തുന്നു നീ. ചായം തേച്ചു മുഖം മിനുക്കി പല വേഷം കെട്ടിയാടുന്നവർക്കാനന്ദം പകരുന്നു. നിന്റെ അരികിൽ വന്നെത്തവേ അമ്പിളി, നിന്റെ അരികിൽ വന്നെത്തവേ അമ്പിളി, നിന്റെ അരികിൽ വന്നെത്തവേ അമ്പിളി. അമ്പിളിക്കമ്പത് 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 സഹൃദയ ഹൃദയമാം വാനിൽ സൽക്കലാരശ്മികളാലേ നിത്യപ്രകാശം പരത്തി നിൽക്കുന്നു നീ. അമ്പിളി അമ്പിളി അമ്പിളിക്കമ്പത് 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 അമ്പിളിക്കമ്പത്. അന്ധകാരത്തെ വകഞ്ഞ് അന്തരംഗം ദീപ്തമായ നിന്നൃത്തവേദിയുണർന്നാൽ ഞങ്ങൾക്കെന്നെങ്ങും ഉത്സവമല്ലോ. അമ്പിളിക്കമ്പത് നവഭാവ രസഭരിതങ്ങൾ നവലോക നരചരിതങ്ങൾ നവഭാവ രസഭരിതങ്ങൾ നവലോക നരചരിതങ്ങൾ
ഗമ പ മ പ മ പ നി സ ഗമ പ മ പ മ പ ഗമ പ നി സ നി സ നി സ ഗമ പ നി സ നി സ നി സ നി സ നി സ നി സ പ ധ നി മ പ ധ ഗമ പ നി ഗമ സ നി ഗ സ അമ്പിളിക്കമ്പത് 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 സഹൃദയ ഹൃദയമായി സൽക്കലാരശ്മികളാലേ നിത്യപ്രകാശം പരത്തി നിൽക്കുന്നു നീ അമ്പിളി അമ്പിളി അമ്പിളിക്കമ്പത് 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 ഈ മാസം സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. പ്രാദേശികമായി വട്ടംകുളത്തെയും സമീപ പ്രദേശത്തെയുമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സിനിമകൾ പ്രദർശിപ്പിക്കുകയും അവ പരിചയപ്പെടുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം. അതിനോട് ആദ്യമായിട്ട് ഈ പരിപാടി നമ്മൾ ഇന്ന് കാണിക്കുന്ന 3 സിനിമകളാണെന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സിനിമകളിൽ ഒന്ന് ശ്യാമകൃഷ്ണന്റെ സിനിമയാണ്, ഒന്ന് രാജേഷ് നന്ദിയങ്കോടിന്റെയാണ്, ഒന്ന് മണികണ്ഠന്റെയാണ്. അപ്പോൾ ശ്യാമകൃഷ്ണത്തിന് മുമ്പ് രാജേഷ് നന്ദിയങ്കോടും അതുപോലെ മണികണ്ഠനും തന്റെ സിനിമാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സെഷൻ ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അമ്പിളികലാസമിതിക്ക് വേണ്ടി, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഈ ഡയറക്ടർമാരെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നതിന് വേണ്ടി അരവിന്ദനെ നമ്മുടെ ചലച്ചിത്രമേള ആരംഭിക്കാൻ പോവുകയാണ്. പറഞ്ഞ പോലെ വേറെ വർഷം പറഞ്ഞ പോലെ ഉദ്ഘാടകൻ എത്താനാവുന്നതേ ഉള്ളൂ. അതിന് മുമ്പായി മറ്റു 2 സംവിധായകർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള സംവിധായകരെയും അവർ ചെയ്തിട്ടുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതില് 2 നമ്മുടെ സുഹൃത്തുക്കളാണ്, വളരെ വേണ്ടപ്പെട്ടവരാണ്. 2 പേരും മികച്ച എഴുത്തുകാർ കൂടിയാണ്. അതിലാദ്യം ഒന്നൊരു ഫീമെയിൽ കഥ എന്നുള്ള ഷോർട്ട് ഫിലിമാണ്. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് രാജേഷ് നന്ദിയങ്കോടാണ്. രാജേഷ് നന്ദിയങ്കോട് കൂറ്റനാട് നമുക്കറിയാം, ഒട്ടേറെ കലാപരമായിട്ട് സിനിമാ രംഗത്തൊക്കെ ഒരുപാട് സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരുപാട് പേര്, സുദേവൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഉള്ള ഈ കൂറ്റനാട് എന്നുള്ള വ്യക്തിയാണ് രാജേഷ് നന്ദിയങ്കോട്. ആദ്യം ഞാൻ രാജേഷ് നന്ദിയങ്കോടിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാജേഷ് നന്ദിയങ്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അദ്ദേഹം മികച്ച ഒരു കവി കൂടിയാണ്. മാത്രമല്ല അദ്ദേഹം മികച്ചൊരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ജൂൺ മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ വിദ്യായാത്ര ഒരു പ്രോഗ്രാം ഉണ്ട്. അദ്ദേഹം ഇന്നിപ്പോ പല സ്ഥലത്തും കാണാതായിക്കൊണ്ടിരിക്കുന്ന പനമരം നട്ടുകൊണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ വിദ്യായാത്രകള് ഈ കേരളത്തിന്റെ പല ജില്ലകളിലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരുപാട് കവിതാ പുസ്തകങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നമ്മൾ തന്നെ വായനശാലയിലേക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോ രാജേഷ് നന്ദിയങ്കോടിനെ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തത് കെ മണികണ്ഠനാണ്. മണികണ്ഠൻ സ്വാഗതം ചെയ്തു. മണികണ്ഠൻ കാലടിയാണ് മണികണ്ഠന്റെ സ്വദേശം. മണികണ്ഠൻ ഒരു എഴുത്തുകാരനാണ്, കഥാകൃത്താണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ എടപ്പാട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം
പ്രകാശനം ഉണ്ടായിരുന്നു, പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. പുസ്തകത്തിന്റെ പേര് ബെന്യാമിനിന്റെ യാത്രകൾ എന്നുള്ള ഒരു ചെറുകഥാ സമാഹാരമായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. പിന്നെ വിധിയെ തോൽപ്പിച്ച വിസ്മയങ്ങൾ എന്നുള്ള ഒരു വളരെ ഗംഭീരമായി ഒട്ടേറെ പതിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ മഞ്ഞ് മഴ ജീവിതം എന്നുള്ള പുസ്തകം. ഇങ്ങനെ ഒട്ടേറെ എഴുത്തിന്റെ രംഗത്തും സജീവമായി നിൽക്കുന്ന മണികണ്ഠൻ ഷോർട്ട് ഫിലിം രംഗത്തും അദ്ദേഹത്തിന്റെ കുറെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ടെൽബ്രെയിൻ ബുക്സിന്റെ എഡിറ്ററാണ്. എടപ്പാള് സജീവമായിട്ടുള്ള മൊത്തത്തില് സാഹിത്യ രംഗത്ത് സജീവമായിരിക്കുന്ന ടെൽബ്രെയിൻ ബുക്സിന്റെ എഡിറ്റർ കൂടിയാണ്. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ 2 ഫിലിമുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതില് രാജേഷിന്റെ ഒരു ഫീമെയിൽ കഥ എന്നുള്ള ഷോർട്ട് ഫിലിം അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത്. അതില് മികച്ച ഷോർട്ട് ഫിലിമിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടുകയുണ്ടായി. പിന്നെ അവിടെ വെച്ച് നടന്ന ഷോർട്ട് ഫിലിമിൽ തന്നെ രാജേഷ് നന്ദിഗോഡിന്റെ പകൽ മഴ, പിന്നെ ജയശ്രീ, ഈ 2 ഷോർട്ട് ഫിലിമിലെ സംവിധാനത്തിന് മികച്ച സംവിധായകനായിട്ട് രാജേഷിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു സി അച്യുതമേനോൻ അവിടെ വെച്ചിട്ട് കോളേജിൽ വെച്ചിട്ടായിരുന്നു അവിടെ നടത്തുന്ന പ്രോഗ്രാമിലായിരുന്നു. പിന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്ന മണികണ്ഠന്റെ ചിത എന്നുള്ള ഷോർട്ട് ഫിലിമാണ്. മണികണ്ഠന്റെ ചിത എന്നുള്ള ഷോർട്ട് ഫിലിമാണ്. കുറച്ച് പഴക്കമുള്ളതാണ്. 7 വർഷത്തോളമായി അത് പുറത്തിറങ്ങിയിട്ട്. അതില് ഫർക്ക പയ്യന്നൂരിലെ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പയ്യന്നൂരിൽ നിന്നുള്ള ഫർക്ക എന്നുള്ള ഒരു പുരസ്കാരം ആ ഷോർട്ട് ഫിലിമിന് കിട്ടുകയുണ്ടായി. അപ്പൊ നമ്മൾ ഇനി ഇപ്പോ ഉദ്ഘാടകൻ എത്തിയിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ വിചാരിക്കുന്നത് ഇതിനെക്കുറിച്ച്, ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതിനെ കുറിച്ചുള്ള ഇതിന്റെ അനുഭവങ്ങളും ഈ ഷോർട്ട് ഫിലിം രംഗത്ത് നമുക്കറിയാം സിനിമ ഷോർട്ട് ഫിലിം തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കറിയാം. ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് പലരും സിനിമയുടെ ഒരു ചെറുതാണ് മാത്രമാണ് ഷോർട്ട് ഫിലിം എന്ന് പറയാറുള്ളത്. അപ്പൊ നമ്മളൊരു എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റ് ആവില്ല പണി പൂർത്തിയായിട്ട് പുറത്തിറങ്ങുമ്പോൾ അതിനൊരുപാട് ഈ സാങ്കേതിക വശങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയാം. സിനിമയ്ക്കൊക്കെ അങ്ങനെയാണ്. പക്ഷെ കവിത എഴുതുന്നു, ചിത്രം വരയ്ക്കുന്നു, പാട്ട് പാടുന്നു, അതിനൊക്കെ നമുക്ക് ചെറിയ ഒറ്റയ്ക്കുള്ള പണികളാണ്. സിനിമയുടെ ഈ കഥ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ശരിക്കും ചെയ്യുന്നത് ഒരു കാസ്റ്റിംഗ് ആണ്. ആ കാസ്റ്റിംഗ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശങ്കകളൊന്നുമില്ല. കാസ്റ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യവുമില്ല. ഫീമെയിൽക്കാർക്ക് അങ്ങനെയാണ്. ഞാൻ അഞ്ജുവിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കായിരിക്കും, ഇങ്ങനെ കഥ ഉണ്ട്, അഞ്ജു ആണ് അതിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് അഞ്ജു ഓക്കെ ആണെങ്കിൽ മാത്രം ഈ സിനിമ ചെയ്യാം. ശരി അഞ്ജു അങ്ങനെ അഞ്ജു തയ്യാറല്ലെങ്കിൽ ഈ സംഭവം നടക്കില്ല. അത് നമ്മുടെ ഉള്ളില് ഈ കഥാപാത്രം ഇങ്ങനെ ഒരു ക്യാരക്ടറാണെന്നുള്ള അത് വരുന്നു. ക്യാരക്ടർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത് സിനിമയുടെ ഒരു രീതി അതാണ്. അത് നമ്മളിപ്പോ ഈ മോഹൻലാൽ എമ്പൂരാണെങ്കിലും മറ്റു പടങ്ങളാണെങ്കിലും കാസ്റ്റിംഗ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ മയക്കം മമ്മൂട്ടിയുടെ പറഞ്ഞത് അത് കാസ്റ്റിംഗ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആശങ്കകളൊന്നുമില്ല. ആ ക്യാരക്ടറോട് വന്ന് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കഥാപാത്രമായി കഴിഞ്ഞു. അങ്ങനെ ഒരു ധൈര്യം കാസ്റ്റിങ്ങിന്റെ ഭാഗത്ത് നിന്ന് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളോരോ സിനിമകളൊക്കെ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ പണ്ട് ജയശ്രീ എന്നുള്ള സിനിമ ചെയ്തിട്ടാണ് ഒരുപാട് അവാർഡുകൾ ജയശ്രീ ചെയ്യുമ്പോൾ. ജയശ്രീയിൽ അഭിനയിച്ചിട്ടുള്ളൊരു നമ്മുടെ ടീച്ചറുണ്ട്, പുഷ്പ ടീച്ചർ, ഒരു എടപ്പാള് ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്ന എച്ചമാണ്. അവരോട് നമ്മൾ പറഞ്ഞു പുഷ്പ ടീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. അപ്പൊ അവര് ഓക്കെ നമുക്ക് ആശങ്ക ഉണ്ട്, എനിക്ക് അഭിനയിച്ച പരിചയമൊന്നുമില്ല എന്ന് പറയുന്നു. അവരത് തയ്യാറായപ്പോൾ നമ്മൾ ആ സിനിമ ഷൂട്ടിങ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഉറപ്പ് നമുക്കൊരു കഥാപാത്രം ഈ ഒരു മുഖപരിചയം കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പ് വരും, ഒരു സംവിധായകന് ഉറപ്പ് വരും, ഒരു എഴുത്തുകാരന് ഉറപ്പ് വരും, ഇത് കറക്റ്റ് ആണ് എന്നുള്ളൊരു ധൈര്യം വരും. അതാണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാങ്കേതിക
അത് മറ്റേത് നമ്മൾ ക്യാമറ മറ്റുള്ള ടെക്നിക്കിലൊക്കെ പിന്നീടാണ് വരുന്നത്. കാസ്റ്റിംഗ് ആണ് ഫസ്റ്റ്. കാസ്റ്റിംഗ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ, അതിപ്പോ അടുത്ത കാലത്ത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂ പറയുന്നത്, നിങ്ങൾ ആ എഴുത്തുകാരന്റെ ചിന്ത കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ബാക്കി ക്യാമറ, ഏത് തരത്തിൽ ക്യാമറ വേണം, മറ്റുള്ള സാങ്കേതിക സ്റ്റുഡിയോ വർക്കുകളോ അതൊന്നും നിങ്ങൾ ആശങ്കപ്പെടണ്ട. അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു സങ്കടപ്പെടണ്ട. സ്റ്റോറി കറക്റ്റ് ആവുക, കാസ്റ്റിംഗ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആശങ്ക വേണ്ട എന്നാണ് ആ ഒരു എത്രയോ വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരു സംവിധായകന്, നടനുമായിട്ട് ഒരാൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് അത് ശരിയാണ് എന്ന് തന്നെയാണ്. ഇവിടെ ബഹളങ്ങളുണ്ട്. നമ്മൾ ചില ആൾക്കാരൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഇന്ന തരത്തിൽ ക്യാമറ വേണം, ഇന്ന തരത്തിൽ മറ്റുള്ള ടെക്നിക്കലി ടൂൾസുകൾ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അല്ല ഒരു സിനിമ സംഭവിക്കുന്നത്. അത് കഥയും കഥയിലെ കഥാപാത്രങ്ങളുമാണ്. അതാണ് അതിനെക്കുറിച്ചാണ് ആ ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്ത് സിനിമകളും ചെയ്യാം. ഫീമെയിൽ കഥയാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവിടെ ഫീമെയിൽ കഥ കാണിക്കുന്നു. അതിനിപ്പോ നമ്മുടെ യൂട്യൂബ് പഴയ പോലെയല്ല. യൂട്യൂബ് പോലത്തെ ഈ നവമാധ്യമങ്ങൾ വരുമ്പോൾ നമുക്ക് പേടിക്കാനില്ല. പണ്ടൊക്കെ ഒരു സിനിമ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണം, ഫിലിമിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു അടി ഫിലിമിൽ ഇത്ര പൈസ വേണം, എത്രയോ പൈസ ചെലവാക്കിയിട്ടാണ് ഒരു ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ ഒരു കല്യാണം ഷൂട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാന്റെ കയ്യിൽ സിനിമ ചെയ്യുന്ന ക്യാമറയുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവരെടുത്ത് ഹെവി ക്യാമുണ്ട്, മറ്റേ ഷോട്ടുകൾ, ട്രോളി സംവിധാനമാണ്. എല്ലാ സംവിധാനങ്ങളും ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു വട്ടംകുളത്താണെങ്കിലും, എടപ്പാളാണെങ്കിലും, പൊന്നാനിയാണെങ്കിലും, പട്ടാമ്പി ആണെങ്കിലും, കൂറ്റനാടെങ്കിലും എല്ലാ സ്ഥലത്തുള്ള ഒരു ഗ്രാമത്തിൽ 3-4 സ്റ്റുഡിയോകളുണ്ട്. ഈ സ്റ്റുഡിയോയിലുള്ള എല്ലാ ക്യാമറമാന്മാരുടെ കയ്യിലും ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ടും ഇവിടെ നല്ല സിനിമകൾ വരുന്നില്ല. അതാണ് എൻ്റെ ആശങ്ക. പണ്ട് നിർമ്മാല്യം പോലത്തെ സിനിമ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സങ്കീർണമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാലത്ത് ഒരു മുടക്ക് മുതൽ ഇറക്കാൻ ഒരു പ്രൊഡ്യൂസർ വരുന്നു. അന്ന് ഇതുപോലെ ഒരു ക്യാമറയുടെ സുഹൃത്തിനെ വെച്ചിട്ട് വന്ന് ഷൂട്ട് ചെയ്ത് പോകും എന്ന് പറയാൻ പറ്റില്ല. ഫിലിം വേണം. ഒരടി ഫിലിമിന് അന്ന് ഇന്നത്തെ 2 പവന്റെ 3 പവന്റെ വിലയുണ്ട് ഒരടി ഫിലിമിന്. അങ്ങനെ 200-300 അടി ഫിലിമുകൾ വേണം ഒരു ഏത് തരത്തിൽ. ജോൺ അബ്രഹാമാണെങ്കിലും, അടൂരാണെങ്കിലും, FT ആണെങ്കിലും, അന്നത്തെ IV ശശിയുടെ പടമാണെങ്കിലും, ഏത് തരത്തിലും കമേഴ്സ്യൽ പടമാണെങ്കിലും, ആർട്ട് പടമാണെങ്കിലും അന്ന് എന്ത് വേണം? ഇത്രയും വിലപിടിപ്പുള്ള ഫിലിം വേണം. ഇന്ന് അത് വേണ്ട. നമ്മളോട് താല്പര്യമുള്ള ഒരു സഹൃദയനായിട്ടുള്ള ക്യാമറമാൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ക്യാമറ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ലൈറ്റും മറ്റു സൗകര്യം ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എഡിറ്റർ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡബ്ബിംഗ് സ്റ്റുഡിയോട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എഫക്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയം പറയാവുന്ന സിനിമകൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വലിയ സിനിമകൾ വരുന്നു, അതിനെപ്പറ്റി നമുക്ക് ഒരു അഭിപ്രായം പറയാം, തിയേറ്ററിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് വലിയ വലിയ ചർച്ചകൾ ചെയ്യുന്നു. എമ്പുരാനെ പോലെ സിനിമകളെ കുറിച്ച് പറയുന്നു, ആ പടങ്ങൾ പറയുന്ന രാഷ്ട്രീയം പറയുന്നു. ഇത് നമുക്ക് ചെയ്യാവുന്നുണ്ട്. നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന പൊളിറ്റിക്സ് നമുക്ക് പറയാം, അത് സിനിമ ചെയ്യാം, അത് OTT സാധ്യതയുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ റിലീസ് ചെയ്യാം. യൂട്യൂബിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഫേസ്ബുക്കിലിടാം. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സുരക്ഷിതമായിട്ടിരുന്നുകൊണ്ട് മറ്റുള്ള സിനിമാക്കാർ ചെയ്യുന്ന സിനിമകളെ കുറിച്ചിട്ട് ആശങ്കപ്പെടുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും അതിനെ വളരെ ബഹളം വയ്ക്കുകയും അത് ലോകസഭയിലും നിയമസഭയിലും അതിന് പൊളിറ്റിക്സ് ആവുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിന്നിട്ട് നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. ഇതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട. നമുക്ക് സിനിമയോട് താല്പര്യമുള്ള നമുക്ക് ആർക്കാണെങ്കിലും ഒരു ക്യാമറയുണ്ടെങ്കിൽ, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. അത്രയും ധൈര്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്നും പറയുന്നില്ല എന്നാണ്. നമുക്കൊക്കെ ആശങ്കകളാണ്. ഇത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവുമോ, എൻ്റെ ജോലി പോവോ, എൻ്റെ പണി പോവോ, എൻ്റെ ഫാമിലി കുടുംബം നഷ്ടപ്പെടുമോ, ഇതൊക്കെ നമുക്ക് ആശങ്കകളാണ്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പൈസ ഇറക്കിയിട്ട് തന്നെയാണ് നിർമ്മാല്യം ചെയ്തത്. നിർമ്മാല്യം ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ ഇന്ന് മോഹൻലാൽ വെച്ച് പടം ചെയ്യാം. അത്രേ ഉള്ളൂ. ഒരു വിഗ്രഹത്തെ തുപ്പുന്ന ഒരു സാധനം നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? അതൊന്നും നമുക്ക് ഒന്നും ആലോചിക്കാൻ പറ്റില്ല. എല്ലാം പേടിയും ഭയവും പരിഭ്രമങ്ങളാണ്. അന്ന് അത്രയും പൈസ ഇറക്കിയിട്ടാണ് നിർമ്മാല്യം ചെയ്യുന്നത്.
ഫീമെയിൽ ഓറിയന്റഡ് സാധനം ആയതുകൊണ്ട് 100% സക്സസ് ഉറപ്പാ. ഓക്കെ ഷെല്ല് പറഞ്ഞത് കറക്റ്റ് ആണ്. ആദ്യം നമുക്ക് OTT നോക്കാം, പിന്നീടാവും തിയേറ്റർ റിലീസ്. അതെ ഞാൻ ലീവാണെന്ന് ഇന്നലെ തന്നെ പറഞ്ഞാണല്ലോ. ആ ഹോം ലോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടാവും. ഇനി ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറയും. ആ ഓക്കെ ശരി. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഷോർട്ട് ഫിലിം ചിത ഇവിടെ പ്രദർശിപ്പിക്കട്ടെ എന്ന് അരവിന്ദേട്ടനാണ് വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ വേണ്ടതാണ്. കാരണം 7 കൊല്ലം മുമ്പാണ് ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം നമുക്കറിയാം. ഓരോ നിമിഷവും ഇന്ന് കാണുന്നതല്ല നാളത്തെ ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന വിഷ്വൽ ട്രീറ്റാണ് നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടെക്നോളജിയും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ കാലം മുമ്പ് കണ്ട ഒരു സിനിമ ഇന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ന് പറയും. ഒരു പക്ഷേ അതിൻ്റെ പ്രമേയം കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇന്നും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഴയ ഒരു പ്രോഡക്റ്റ് വീണ്ടും നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അരോചകത്വം വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ചില ആശയങ്ങൾ നമുക്ക് എത്ര കഴിഞ്ഞാലും ഒരു പക്ഷേ നമ്മളുമായി സംവദിക്കും, ഒരു പക്ഷെ അത് സംവദിക്കാം എന്നുള്ളൊരു കോൺഫിഡൻറ്റിലാണ് പിന്നെ വീണ്ടും പറഞ്ഞപ്പോൾ ഒന്ന് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ചെറിയൊരു ആശയത്തെ അതായത് ഒരു ആശയത്തെ ഏറ്റവും ചെറിയ ഫോർമാറ്റിലാക്കിയിട്ട് അത് ഏറ്റവും കുറഞ്ഞ സമയം എത്രയാണോ 30 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഷോർട്ട് ഫിലിം. പക്ഷെ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ മാത്രമുള്ള ഒരു ത്രാണിയൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ ചിത്രം ഏകദേശം 13 മിനിറ്റ് ഉണ്ട്. 13 മിനിറ്റുള്ള ഒരു ചിത്രത്തെ നമുക്ക് ഷോർട്ട് ഫിലിം എന്ന് അതിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാം 20 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എന്നൊക്കെ നമ്മൾ പറയുന്നതുകൊണ്ട് അതിന് ഷോർട്ട് ഫിലിം എന്ന് പറയാമെന്നല്ലാതെ ചില ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പറയുന്ന ആശയം എന്ന് പറയുന്നത് വളരെ വിപുലമായ ആശയമായിരിക്കും അവർ നമ്മളോട് സമ്മതിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഷോർട്ട് ഫിലിംസ് ആണ് സത്യത്തിൽ നമ്മൾ ഈ ഷോർട്ട് ഫിലിംസ് എന്നുള്ള രീതിയിൽ പറയേണ്ടതും പ്രദേശം. അത് പക്ഷേ ഇന്ത്യയിൽ നിന്ന് തന്നെ അത്തരത്തിൽ ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. വിദേശ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഫിലിം മേക്കേഴ്സാണ് അത്രയും നല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചിതയെക്കുറിച്ച് പറയുമ്പോൾ ചിത എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം അതിൻ്റെ ഒരു ആശയം വരുന്നത് ഈ കാശിയിൽ ഒരു മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഒരു പാരസ്നാഥ് എന്ന് പറഞ്ഞിട്ടൊരു കക്ഷി അവിടെ ഒരു ഘാട്ടിലെ ജോലിക്കാരനാണ്. അപ്പോൾ കാശിയിലെ ഘാട്ടുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ശവങ്ങൾ ദഹിപ്പിക്കുന്നു, ചിലപ്പോൾ പകുതി വെന്ത ശവത്തെ എടുത്ത് ഗംഗയിലേക്ക് ഒഴുകുന്നു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ പിന്നീട് വേറെ രീതിയിലൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം. അപ്പോൾ ഈ പാരസ്നാഥിന് സഹായിയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ അവനെ സ്കൂളിലൊന്നും വിടുന്നില്ല, വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് അതൊക്കെ. അപ്പോൾ നമ്മളെത്ര നവോത്ഥാനം പറയുമ്പോഴും നമ്മുടെ കേരളമല്ല മറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട പല ഘട്ടങ്ങൾ അവിടെയൊക്കെയാണ്. അപ്പോൾ ഈ പാരസ്നാഥിൻ്റെ കൂടെ മകനും കൂടി ഈ ഒരു ശവം സംസ്കരിക്കാൻ അല്ലെങ്കിൽ ആ ശവഘോഷയാത്രയ്ക്കൊക്കെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് മനോരമയുടെ ശ്രീ എന്ന് പറഞ്ഞ് പണ്ട് മലയാള മനോരമയ്ക്ക് ഞായറാഴ്ച ഒരു ചെറിയൊരു മാഗസിൻ ഉണ്ടായിരുന്നു. ആ ശ്രീയിലാണ് ആ ഒരു കഥ വന്നത്. കഥയെല്ലാം ആ ഒരു റിയൽ ഇൻസിഡൻറ്റ് വന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചത്. കാരണം നമ്മുടെ രാജ്യത്ത് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ, അതായത് ശവങ്ങളെ കൊണ്ടുവരുന്നു, അതിനെ പകുതി ഗംഗയിലേക്ക് ഒഴുക്കുന്നു, പുണ്യനദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടെ എപ്പോഴും ശവങ്ങളുടെ ഘോഷയാത്രയാണ് വെള്ളത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു സംഭവം വാർത്ത വന്നപ്പോൾ അതിനധികരിച്ചുകൊണ്ട്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കേണ്ടതാണ്. നമ്മൾ എത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുമ്പോഴും ജനസംഖ്യയുടെ വർധനവും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ എത്ര കണ്ടാണ് നമ്മളിനി ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്, അല്ലെ എന്താണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ആശയമാണ് ഈ ചിത എന്ന് പറഞ്ഞൊരു കഥയായിട്ട്. കഥയാണ് എഴുതിയത്, ഷോർട്ട് ഫിലിം ഒന്നുമല്ല. അപ്പോൾ ഈ കഥ എഴുതിയ സമയത്ത് നമ്മുടെ സംവിധായകൻ ജയരാജ്
അദ്ദേഹം പെരിന്തൽമണ്ണ, ഇവിടെ അദ്ദേഹത്തിന് അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ കൊണ്ടുപോകും. അപ്പോൾ ഉള്ളെഴുത്ത് എന്ന് പറഞ്ഞൊരു മാസികയിലാണ് ഈ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വന്നത്. അപ്പോൾ അതിൽ തന്നെ ജയരാജിന്റെ ഒരു ദീർഘമായൊരു ഇന്റർവ്യൂ, ഒരു 10-20 പേജ് വരുന്ന വലിയൊരു ഇന്റർവ്യൂ ഉള്ളെഴുത്തിന് വേണ്ടി ഞാനത് ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ ഓണപ്പതിപ്പിൽ വന്നിരുന്നു. അങ്ങനെ ജയരാജ് സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയും, എടാ ഈ ഒരു സാധനം ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ചെറു സിനിമയായിട്ട് പറ്റുവാണെങ്കിൽ ചെയ്യും, അങ്ങനെയാണെങ്കിൽ നന്നാവും. അത് ആളുകൾക്ക് കൂടുതൽ എത്തണമെങ്കിൽ ഇന്ന് വായന കുറവാണല്ലോ. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്കത് ആളുകളിലേക്ക് എത്തിക്കാം. നീ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഷോർട്ട് ഫിലിം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു ബേസിക് ആയിട്ട് കുറേ അറിവുകൾ വേണം. എന്താണ് അതിന്റെ സിനിമാറ്റോഗ്രാഫി, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്ക്രിപ്റ്റിംഗ്. അപ്പൊ ഇതൊന്നും അറിയാണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് ആ ഷോർട്ട് ഫിലിം അന്ന് ചിത്രീകരിക്കാൻ മൊത്തം അത് പ്രേക്ഷകരിൽ എത്തിക്കാൻ വരെ എനിക്ക് ചിലവായിട്ടുള്ളത് 8,000 രൂപയാണ്. അത് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും ചോദിച്ചിട്ടുണ്ട് 8,000 രൂപയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. സത്യത്തിൽ ഷോർട്ട് ഫിലിം ചെയ്യാൻ ഞാൻ പറയുമ്പോൾ അത്രയും കാശ് വേണ്ട, അതിലും കുറഞ്ഞ കാശിൽ ചെയ്യാന്നുള്ളതാണ്. കാരണം അതിൽ നിന്ന് വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ നമ്മളത് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നീട് അതിൽ അഭിനയിച്ച ആളുകൾ ഒന്ന് രഞ്ജനാണ്, എനിക്ക് തോന്നുന്നു അമ്പിളി കലാസമിതിയിലെ തന്നെ ഒരു മെമ്പറാണ് രഞ്ജനാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട. രഞ്ജേട്ടൻ നല്ലൊരു വേഷം ചെയ്തു. അതുപോലെ അഞ്ജു അരവിന്ദ്, അവരും പിന്നെ മണി കൂടല്ലൂർ, ഇവർ 3 പേരുമാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത്. കുട്ടി ചത്തുപോയി. എങ്ങനെ ചത്തു? ദീനം വന്ന്. കാശുണ്ട? ഇതൊന്നും പോരാ, വല്ല പുതു സ്ഥലത്ത് കൊണ്ടുപോയിക്കോ. അവിടെ എടുക്കണില്ല. കുട്ടിയുടെ അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞു. അയാളവിടെ പോയി. എവിടേക്ക്? അറിയില്ല. ഇത് നിന്റെ കുട്ടി തന്നെയാണോ? കാശില്ലാതൊന്നും ഇവിടെ പറ്റില്ല. വേറെ എവിടേക്ക് വെച്ചാൽ കൊണ്ടുപോയിക്കോ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമുണ്ട്. പരിഷത്തിന്റെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ വള്ളത്തോൾ കോളേജിൽ വെച്ച് നടക്കുകയാണ്. ഒട്ടേറെ അനുബന്ധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുപോലെ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ സെഷനുകളുണ്ട്. പരിഷത്തിന്റെ സമ്മേളനത്തെക്കുറിച്ചും പരിഷത്തിനെ കുറിച്ചും 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പരിഷത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ. എല്ലാവർക്കും നമസ്കാരം. ഇത് സത്യത്തില് പരിഷത്തിനെ നിങ്ങളെ മുമ്പാകെ പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ അല്ല ഞാൻ അവിടെ നിൽക്കുന്നത്. പരിഷത്തിനെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ശ്യാമകൃഷ്ണൻ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയല്ലോ, അതുവരെ ഒരു 10 വർത്താനം പറയാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ശ്യാമനവിടെ കാണുമ്പോൾ അപ്പോൾ നിർത്തുകയും ചെയ്യും. വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു പരിഷത്തിന്റെ ഒരു അനുബന്ധ പരിപാടി കൂടിയാണ്. അതോടൊപ്പം തന്നെ അമ്പിളിയുടെ 50ാം വാർഷികം ഒരു വർഷം ഗംഭീരമായിട്ടാണ് നിങ്ങൾ ആഘോഷിച്ചത്. മിക്കവാറും എല്ലാ മാസത്തിലും ഒന്നിലധികം പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ കൊറോണത്തിന്റെ ശ്രോതാവായിട്ടിരിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഈ അമ്പിളിയുടെ കൂടി സഹകരണത്തോടെ പരിഷത്തിന്റെയും കൂടി
ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ദ്വാരം പറഞ്ഞതുപോലെ ശാസ്ത്രായത്യ പക്ഷത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം അറിയാവുന്നതിൽ കൂടി. 1962 സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് കോഴിക്കോട് ദേവഗിരി കോളേജിൽ വെച്ച് കുറച്ച് എഴുത്തുകാരായ ശാസ്ത്രജ്ഞർ ഈ കേരള ശാസ്ത്രായത്യ പരിഷത്ത് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അന്ന് കോളേജ് അധ്യാപകരും ശാസ്ത്രത്തിൽ താല്പര്യമായ എഴുത്തുകാരായ കുറച്ച് സാമൂഹ്യ പ്രതികളുള്ള കുറച്ച് ആളുകളും കൂടിയ ഒരു പ്രസ്ഥാനമാണ്. അത് പിന്നീട് ഇപ്പോ 62-63 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഒരു വലിയ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായിട്ട് വളർന്നു. അന്ന് എഴുത്തുകാരായ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ ആയിരുന്നത് ഇപ്പൊ എല്ലാവരുടെയും കൂട്ടായ്മയാണ്. കാരണം ശാസ്ത്രം എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങെടുക്കുന്നത് വരെയൊക്കെ എല്ലാ സമയത്തും നമ്മൾ ശാസ്ത്രത്തിന്റെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം ഇരിക്കുന്ന കസേര, സംസാരിക്കുന്ന മൈക്ക്, ബസ്, കാറ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇപ്പൊ പറഞ്ഞ സിനിമ, ഇതൊക്കെ ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ്. അതായത് ശാസ്ത്രം പലപ്പോഴും സാധാരണക്കാരന് അപ്രാപ്യമായി നിൽക്കുകയും സമൂഹത്തിലെ ഒരു വരേണ്യ വർഗത്തിന്റെ അല്ലെങ്കിൽ മുൾത്തട്ടിൽ കിടക്കുന്ന ആളുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാവുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് എല്ലാവരിലേക്കും ശാസ്ത്രത്തിന്റെ സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പരിഷത്ത് രൂപം കൊണ്ടത്. കേരള ശാസ്ത്രായത്യ പരിഷത്തിനുള്ള പേരെന്ന് നൽകിയ ഒരു എഴുത്തുകാരനാണ് കോന്നിയൂർ നരേന്ദ്രനാഥ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ എംബ്ലം കണ്ടിട്ടുള്ള വിശ്വമാനം എന്നുള്ള രീതിയിൽ കൈവന്നിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി സിറ്റിസൺ. നമ്മളൊക്കെ ഈ ഭൂമിയിലെ എന്താ പറയാ രാജ്യദേശ വ്യത്യാസങ്ങളില്ലാതെ ഈ ഭൂമിയുടെ മനുഷ്യരാണ്. അങ്ങനെ ഒരു ഭൂമിയിൽ കാലൂന്നി എന്നുകൊണ്ട് ബഹിരാകാശത്തേക്ക് കൈതലം നോക്കി കയ്യിലൊരു പുസ്തകവും പിന്നെ അണുശക്തിയുടെ ചിഹ്നം ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു എംബ്ലമാണ് ശാസ്ത്രായത്യ പരിഷത്തിന്റെ എംബ്ലം. 1966 ആദ്യമായിട്ട് അവർ ഒരു മാസിക, ശാസ്ത്ര ഗതി എന്ന മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇന്നും അത് മുടങ്ങാതെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 69 യൂറീക്ക ആരംഭിച്ചു, കുട്ടികളുടെ 69 ശാസ്ത്രകേരളം ആരംഭിച്ചു. 70 യൂറീക്ക, 70 തന്നെയാണ് നമ്മുടെ തളിര് മാസിക ഉണ്ടാവുന്നത്. ഈ 3 മാസികകള് ഇന്നും മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1973 ശാസ്ത്രായത്യ പരിഷത്തിന്റെ മുദ്രാവാക്യം ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചത്. ഏറെയും കുറഞ്ഞും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ശാസ്ത്രായത്യ പരിഷത്തിലൂടെ വന്നവരായിരിക്കും മിക്കവാറും ഉള്ളത്. ഒരു പ്രദേശത്ത് ഒരു യൂണിറ്റ് ഒരിക്കൽ ഒരു സജീവമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെ വേറെ ലോകത്താവും. അങ്ങനെ ഉയർച്ച താഴ്ചകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് എന്ന മുതൽ നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ചുരുക്കത്തിൽ അത്രയാണ് പറയാനുള്ളത്. വിജയേട്ടൻ, വേദിയിരിക്കുന്ന മണികണ്ഠൻ, സുഹൃത്ത്, എല്ലാവരോടും ഞാൻ തിരൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തിരൂരിൽ നിന്ന് 5 മണിക്കാണ് ഇൻട്രസിറ്റി ഉള്ളത്. അപ്പൊ അതിന് കണക്കാക്കിയപ്പോൾ ഇങ്ങനെ ട്രെയിൻ നമ്മൾ നോക്കുമ്പോൾ അത് താനൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ട്രെയിനിലാണ് വരാൻ എളുപ്പം. പക്ഷെ ഇന്ന് കുറെ നേരം അത് അവിടെ പിടിച്ചിട്ടു, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. അപ്പൊ അതിന് ആദ്യം ഒരു ക്ഷമ ചോദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ദിവാരം മാഷ് വിളിച്ച ദിവസം മുതൽ ഞാൻ ഭയങ്കര മുസോളനി ആദ്യമായി ചലച്ചിത്ര പ്രദർശനം നടത്തിയത് മുതലൊക്കെ ഇങ്ങനെ വായിച്ച് ഇവിടെ വന്ന് തകർക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്ന് തീരെ വയ്യ. പൊതുവെ നല്ല ആസ്മയുണ്ട്, അപ്പൊ അതിൻ്റെ ഒരു വയ്യായികയുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വന്ന് എല്ലാവരും ഡോക്യുമെന്ററികൾ കാണാനും ഷോർട്ട് ഫിലിമുകൾ കാണാനുമാണ് ഇരിക്കുന്നത്. ഈ പ്രദർശനത്തിന് ശേഷമുള്ള സംസാരമായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി രസം. കാരണം ഇവിടെ ഇത് 3 ചെയ്ത, ഇന്ന് പ്രദർശിപ്പിക്കാൻ പോകുന്ന 3 ചിത്രങ്ങളും ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ അവരുടെ സാന്നിധ്യത്തിൽ അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്കായിരിക്കും. കാണാൻ പോകുന്ന പൂരത്തെ കുറിച്ച് വാദവരാതെ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോ അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കില്ല, വയ്യാത്തതുകൊണ്ടാണ്. പിന്നീടൊരു അവസരത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത വിഷയം സംസാരിക്കാൻ വേണ്ടി വരാം. നമ്മളിപ്പോ ഇന്ന് മറ്റെന്താ പറയാ, ഞങ്ങള് മാധ്യമരംഗത്ത് നിൽക്കുമ്പോൾ പറയും, സാധാരണ ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീം
എപ്പോഴും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, ഇന്ന് എന്താണോ കത്തി നിൽക്കുന്ന വിഷയം അതായിരിക്കണം വാർത്ത എന്ന്. അത് പലപ്പോഴും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു ബലാത്സംഗ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ നാട് മുഴുവൻ അയ്യോ ഇത്രയ്ക്കധികം ബലാത്സംഗമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മളിങ്ങനെ നിരന്തരം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനൊരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പൊ അത് സ്പിരിറ്റ് ഓഫ് ടൈം എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ സമയത്തെ സ്പിരിറ്റ് എന്താണ്, അത് നിർമ്മിക്കുന്നത് നമ്മൾ പ്രേക്ഷകരാണോ വായനക്കാരാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഭയങ്കര മത്സരാധിഷ്ഠിത മാധ്യമ രംഗത്തായിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത്. അവിടെ നമ്മൾ പറയുന്ന യുക്തിക്കോ അല്ലെങ്കിൽ ഈ മാധ്യമത്തിന്റെ ഈ വലിയ സ്വാതന്ത്ര്യ ബോധത്തിനൊന്നും അല്ലെങ്കിൽ അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കൊന്നും വലിയ സ്ഥാനമൊന്നും ഉണ്ടാവില്ല. എങ്ങനെയും ഇന്ന് കുറച്ചുകൂടി മാറി മനുഷ്യരുടെ കയ്യിലുള്ള റിമോട്ടിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് ഞങ്ങളുടെ ആദ്യത്തെ ദിവസം മുതൽ, അതായത് ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ടൊരു സ്ഥാപനത്തിൽ കയറുന്ന ദിവസം മുതൽ നമുക്ക് പറഞ്ഞു തരും. കാരണം ഒരു നിമിഷം പോലും റിമോട്ട് സ്കിപ്പ് ചെയ്ത് അടുത്ത ചാനലിലേക്ക് പോകരുത് പ്രേക്ഷകരിങ്ങനെ. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വിവാദങ്ങൾ ഉണ്ടാക്കി, നാടകീയത ഉണ്ടാക്കി. ഈ ന്യൂസ് എന്നത് ഒരു പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് വിൽക്കുമ്പോൾ ലാഭം കിട്ടണം. ഇതാണ് അതിൻ്റെ. അപ്പൊ നമ്മളിപ്പോഴും ഇങ്ങനെ നമുക്കൊരു വലിയ സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട്, ഒരു നവോത്ഥാന മുന്നേറ്റത്തിന്റെ ചരിത്രമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും നവോത്ഥാന നായകരും എല്ലാവരും മാധ്യമ പ്രവർത്തകർ കൂടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഹാങ്ങിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാധ്യമ ധാർമ്മികത എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഗതിയൊന്നും ഇല്ല. അത് തീർത്തും കച്ചവടമാണ്. ഇപ്പൊ അതിനനുസരിച്ച് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മാറിയിട്ടുണ്ട്. നമ്മളും സ്വയം എക്സ്ക്ലൂസീവും സ്വയം ബ്രേക്കിങ്ങും ഒക്കെ എങ്ങനെ ആകാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ചാനലിൽ ഒരു വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ കാണുമ്പോൾ നാളെ ഇപ്പൊ ആളുകൾക്ക് റീലിന്റെ ഒക്കെ ഒരു സമയമാണ്. ഞങ്ങൾ ഓഫീസിൽ ചില സമയത്ത് പറയും, നമ്മൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു സാധനമാണ് കേൾക്കണമെങ്കിലും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ട്രെയിനിലിരുന്ന് കേൾക്കുന്നത് കണ്ടാൽ മതി, അവരത് ഹൈ സ്പീഡിൽ ഇട്ടിട്ടാവും കേൾക്കുക. ഞാനിങ്ങനെ പതുക്കെ പറയുന്നൊന്നും ചിലപ്പോൾ ഒരു ജെൻസി തലമുറയിൽപ്പെട്ട കുട്ടിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത് സ്പീഡ് കൂട്ടുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് ഈ റീലൊക്കെ കണ്ട് നമ്മുടെ മുന്നിൽ സാവകാശം സംസാരിക്കുന്ന ഒരാളുടെ എവിടെയെങ്കിലും ഒന്ന് ഞെക്കിയാൽ ഈ സ്പീഡൊന്ന് കൂടി കിട്ടുമോ എന്ന് പോലും വിചാരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ദൃശ്യബോധം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊരു വാർത്താ അവതാരകനെ നോക്കി നോക്കൂ, ഒരു രാഷ്ട്രീയ നേതാവിനെ നോക്കി നോക്കൂ, അവരെല്ലാവരും എങ്ങനെ ഈ അരമിനിറ്റ് റീലായി ഞാൻ നാളെ മാറുമെന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര നാടകീയമാകുന്നത്, ഭയങ്കര വികാരം കൊള്ളുന്നത്. നാളെ നമ്മുടെയൊക്കെ മൊബൈൽ, ഇപ്പോൾ ടെലിവിഷൻ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞാലും അത് മുഴുവൻ കഷ്ണം മുറിച്ചിങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് വരുന്നത്. അപ്പൊ ഇതൊരു അപകടം കൂടി ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും പരിഷത്ത് പ്രവർത്തകരാണ്, ചിലപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം മനസ്സിലുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എല്ലാവരും നമ്മുടെ സമാന ചിന്താഗതികളുള്ളവരായിരിക്കും. ഏറെക്കുറെ നമ്മളെ അറിയുന്ന സുഹൃത്തുക്കൾ, അവരെയൊക്കെയാണല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ചേർക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നതും നമ്മളെ പോലെ ഏറെക്കുറെ സമാനമായി ചിന്തിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ഈ മുഖ്യധാര മെയിൻ സ്ട്രീം മീഡിയയെയും പത്രങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ഈ ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും ഒക്കെ മാത്രം മാറുമ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഈ നാട് ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് നമ്മളൊക്കെ തോന്നിപ്പോവും. നമ്മുടെ ആശയം ഭയങ്കരമായി അവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നും. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം പറയാം. ഈ റിപ്പോർട്ടർ ചാനലിലാണല്ലോ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നിട്ട് അവരുടെ ഒരു പ്രൈം ടൈം പ്രോഗ്രാം ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രകടമായി ഒരു ചാനലിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എഡിറ്റോറിയൽ ബോർഡ് അംഗം ഇരുന്ന് ഈ
കാവ്യ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുക. മറ്റേതിങ്ങനെ മാറിയും പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളുടെ നേരെ വന്ന് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ഒരു അവതാരക, ഒരു ചാനലിന്റെ ന്യൂസ് എഡിറ്റർ പൊസിഷനിൽ ഇരിക്കുന്ന ആള് പരസ്യമായി പറയുന്നത് ഭയങ്കര അതിശയത്തോടും പേടിയോടും കൂടിയിട്ടാണ് ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ കാണാം. അപ്പം അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ നടക്കുകയാണ് നമ്മുടെ എമ്പുരാൻ സിനിമയെ സംബന്ധിച്ച്. അപ്പൊ ഈ എമ്പുരാൻ സിനിമയെ കുറിച്ചുള്ള ചർച്ചയിൽ അവതരിപ്പിക്കുന്ന സുജയ പാർവതി എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ ചാനലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷി, അവര് വളരെ ആക്രോശത്തോടു കൂടി പറയാണ്, നിങ്ങൾ ഗോത്ര കാണിക്കാതെ ഗുജറാത്ത് കലാപത്തെ കാണിച്ചു എന്ന്. ശരിക്കും ചാനലിന്റെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാവും. നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക ഇക്കണ്ട മനുഷ്യന്മാർ മുഴുവൻ കാണുന്ന ഒരു ചാനൽ ഡെസ്കിനകത്തിരുന്നുകൊണ്ട് പറയാണ്, ഗുജറാത്ത് കലാപം നിഷേധിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഗോത്ര കാണിച്ചില്ലല്ലോ. അപ്പൊ ഗോത്ര കാണിക്കാതെ ഇവിടെ ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് താളം ചവിട്ടിയാൽ എന്താണ് തെറ്റ് എന്ന് ഒരു ചാനലിൽ നിന്നൊരു പെൺകുട്ടി സംസാരിക്കുമ്പോൾ നമ്മൾ അടുത്ത ആള് സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേൾക്കും. അപ്പോൾ അരുൺകുമാറാണ്. അരുൺ വളരെ ഗംഭീരമായി ഇതിനെ തകർത്ത് ഭരണഘടനയൊക്കെ വെച്ച് വളരെ കാര്യമായിട്ട് അതിനങ്ങ് സംസാരിച്ച് അതിനങ്ങ് ഇല്ലാതാക്കുകയാണ്. അപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മളെന്താ പറയാ, അടിച്ചു വീഴ്ത്തി, അടിച്ചിരുത്തി, തേച്ചൊട്ടിച്ചു, അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഭാഷ. സുജയെ തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ മാത്രമാണ് സുജയെ തേച്ചൊട്ടിച്ച് കാണുന്നത്. ഞാൻ അങ്ങനെ ചാനൽ കാണാറില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു സ്ഥലത്ത് ഈ സംഭവം വന്നപ്പോൾ കണ്ടുപോയതാണ്. തൊട്ടടുത്ത ദിവസം ട്രെയിനിൽ കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കയ്യിൽ വലിയ കെട്ടൊക്കെയുള്ള ഒരു മനുഷ്യനും അയാളുടെ ഒപ്പം ഇരിക്കുന്ന കുട്ടികളും കാണുന്നത് സുജയുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ ചേംബറിൽ നടക്കുന്നതിനേക്കാൾ ഭീകരമായി അപ്പുറത്തെ ചേംബറുകളിൽ മറുപടിക്കൊന്നും ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവില്ല. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിൽ അതാ ഞാൻ പറഞ്ഞത്, ഈ വിഷ്വലിനെ അതിഭീകരമായി പേടിക്കേണ്ടതും അതേപോലെ തന്നെ അതിൻ്റെ സാധ്യതയെ മനസ്സിലാക്കേണ്ടതുമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എമ്പുരാൻ സിനിമ വന്നപ്പോൾ ഈ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയ്ക്കധികം എതിർപ്പ് വരുന്നതും. ആ സിനിമയുടെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഒരു സാധാരണ സിനിമയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ ബോക്സ് ഓഫീസ് ചിത്രം. ഒരു നായകൻ വന്ന് ഈ ലോകത്തെ എല്ലാം അങ്ങ് നന്നാക്കി കളയുമെന്ന് വിചാരിക്കുന്ന, അതും നമ്മൾ പണ്ടൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു തറവാട്ടിൽ ഒരു നാട്ടിനൊക്കെ നേരെയൊക്കെ നായകൻ വരുന്നു. ഇത് ലോകത്തെ ആകമാനം നിയന്ത്രിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താവായി ഒരു മോഹൻലാൽ വരികയാണ്. അത്തരം ഒരു രാഷ്ട്രീയത്തോടെ നമുക്ക് യോജിപ്പില്ല. പക്ഷെ ഒരു പോപ്പുലർ സിനിമയ്ക്കകത്ത് ഗുജറാത്ത് കലാപം പോലുള്ള സംഭവത്തെ കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വന്ന ഡോക്യുമെന്ററികളിലോ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിനകത്തോ പ്രതിപാദിച്ചിരിക്കുന്നതിന്റെ 100% പോലും ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നില്ല. നമ്മളത് കുറേയധികം കണ്ടതാണ്. ആവർത്തിച്ച് പറയാൻ നമ്മൾ ഭയപ്പെടുന്നതാണ്. ഈ വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ പേടിപ്പിക്കുന്ന ഒരു രംഗം. എനിക്ക് ഈ സിനിമയിലെ എല്ലാ രംഗത്തെയും നിഷേധിക്കുന്ന തരത്തിൽ ഒരു സംഗതി അവർ വിവരിക്കുന്നുണ്ട്. രേവതിയിലോളാണ് അത് എഴുതിയത്. അതിലവർ പറയുന്നത് ഒരു അനുഭവം പറയുകയാണ്. ഇവരിങ്ങനെ തെഹൽക്കയുടെ റിപ്പോർട്ടർ പോയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ പറയുന്നൊരു ഭാഗം, അത് മാത്രം മതി, ഈ കണ്ട വിഷ്വലിനെ മുഴുവൻ റദ്ദ് ചെയ്ത് കളയുന്ന തരത്തിലുള്ള ഒറ്റ ഭാഗമുണ്ട്. കലാപം ഇങ്ങനെ കത്തിപ്പടരുന്നു, അവിടുത്തെ മുസ്ലിം വീടുകളിൽ മുഴുവൻ കലാപകാരികൾ കയറി നിരങ്ങുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? മുസ്ലിം മതവിശ്വാസ പ്രകാരം ദഹിപ്പിക്കുന്നത് വലിയ കുറ്റമാണ്, അതുകൊണ്ട് ഞങ്ങളങ്ങ് കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ചോദ്യകർത്താവ്, അയാൾ ഹിഡൻ ക്യാമറയായിട്ടാണ്, അയാൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിച്ചതോ? നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു പഴത്തോട്ടത്തിൽ ചില പഴങ്ങളൊക്കെ എടുത്ത് കഴിച്ചെന്ന് വരില്ലേ എന്ന് ലാഘവത്തോടു കൂടിയിട്ടാണ് അയാൾ പറയുന്നത്. അങ്ങനെ അതിക്രൂരമായ ബലാത്സംഗവും
അതിക്രൂരമായ പീഡനവും നടത്തിയ ഒരു സംഘത്തിന്റെ മുന്നിലേക്ക് ഒരാൾ ഓടി വന്ന് പറയാണ്, കുറെ ആളുകൾ അവിടെ ഈ അഴുക്കുചാലിന്റെ ഒരു വലിയ പൈപ്പുണ്ട്, അതിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. അത് കേട്ടത് ഞങ്ങൾ ഈ പൈപ്പിന്റെ 2 ഭാഗവും അടച്ച് മുകളിൽ തീയിട്ടു എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ചത്ത എലികൾ കണക്കെ മനുഷ്യരിങ്ങനെ കത്തിക്കരിഞ്ഞ് ഇതിനകത്ത് എന്താ പറയാ, നമ്മുടെ ഈ അഴുക്കുചാലിനകത്ത് കിടക്കുന്ന കാഴ്ച ഈ മാധ്യമത്തിലൂടെ പുറത്തു വന്നതാണ്. ഇത് നമുക്ക് പറയുമ്പോൾ തന്നെ അതിന്റെ വിഷ്വൽ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത്തരം ദൃശ്യങ്ങളൊന്നും ഒരു കലാസൃഷ്ടിയുടെ ഭാഗമായിട്ടോ യാഥാർത്ഥ്യത്തോടു കൂടിയോ പുറത്തു വരാൻ ഇവിടെ ഒരു ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ തരത്തിലും സമ്മർദ്ദത്തിലാക്കി ഇതിനെ മുഴുവൻ മായ്ച്ചു കളയാം എന്ന് ഈ ഭരണകൂടം വിചാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടെലിവിഷൻ ചാനൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് മാറ്റാൻ തോന്നാത്തതുപോലെ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ അതേ കണ്ടന്റുള്ള അടുത്ത വിഷ്വലിലേക്ക് പോകുന്നത് പോലെ നമ്മളെ എങ്ങനെ പിടിച്ചിരുത്താൻ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ, ഒരു വിഭാഗത്തിന് തീർത്തും ഇല്ലാതാക്കാൻ എല്ലാം ദൃശ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു കാലമാണ്. മാത്രമല്ല, ആദ്യമൊക്കെ നമ്മൾ പറയും, ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഈ വലിയ കുത്തകകളാണ് എപ്പോഴും, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ ഒക്കെ വരുന്നൊരു സമയത്ത് പണ്ട് EMS എഴുതിയിട്ടുണ്ട്, സാങ്കേതിക വിദ്യ എവിടെയുണ്ടോ സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥാവകാശം എപ്പോഴും ഭൂഷ്വാസിയുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ കയ്യിലായിരിക്കും. അപ്പൊ നമുക്കൊരു ക്രിയേറ്റീവ് ജോലി ചെയ്യണമെങ്കിൽ, ഒരു ക്രിയേറ്റീവായ പണി ചെയ്യണമെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചേ പറ്റും. ഈ സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥരിൽ നിന്ന് ഇത് കിട്ടണമെങ്കിൽ അത്ര വലിയ പണച്ചെലവുണ്ട്. അതിലേക്ക് എത്താൻ ഒരു സാധാരണ കലാകാരന് പറ്റില്ല. അപ്പൊ അവിടെ വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ നമ്മളെല്ലാവരും മാധ്യമ പ്രവർത്തകരാകുന്ന ഒരു കാലമാണ്. മൊബൈൽ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സിനിമ ഷൂട്ട് ചെയ്യാം. ചിലപ്പോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യധാര ചാനലുകളിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൊക്കെ CCTV ദൃശ്യങ്ങളാണ് വാർത്ത. എടപ്പാളിലെ അപകടത്തിന്റെ ഭീകര ദൃശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് പോയി സ്കൂട്ടർ എന്താ പറയുക വലിയൊരു ബസ്സിലിടിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ നിരന്തരം നമ്മൾ തന്നെ മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് ഇനി മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും കാത്തിരിക്കേണ്ടതില്ല. ഏറ്റവും ആകർഷകമായി എങ്ങനെ ദൃശ്യങ്ങൾ ഉണ്ടാക്കാം, അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതായിരിക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ പരിഷത്തിൻ്റെതായാലും അമ്പിളി കലാസമിതിയുടേതായാലും ഒക്കെ. കാരണം ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. വിഷ്വലാണ് നമ്മളിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലത്ത് അതുകൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നടത്തേണ്ടത്. ബാക്കി ഈ മാധ്യമത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ സിനിമയുടെ നാൾവഴികളെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. അത് പിന്നീട് അവസരത്തിൽ പറയാം. ഏതായാലും 3 ഇത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ ചെയ്ത തിര പോലൊരാൾ എന്ന് പറയുന്നൊരു ഡോക്യുമെന്ററി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ എന്തായാലും അതിനു മുൻപ് സംസാരിക്കാൻ പറ്റിയ ഒരവസരം എന്ന നിലയിൽ അതിനെക്കുറിച്ച് 2 വാക്ക്. സഖാവ് VK ബിജിബാവയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് പഠിച്ച സുജയൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളൊക്കെ പൊന്നാനിയിൽ കോളേജിന്റെ നേരെ മുന്നിലെ ലാൽഭവനാണല്ലോ നമ്മുടെ ഒരു കേന്ദ്രം. അപ്പൊ ഇമ്പിച്ചിബാവയെ കേൾക്കാത്ത ഒരു ദിവസം പോലും പൊന്നാനി MS കോളേജിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ സുഖമുള്ള ഒരു പണിയാണെന്ന് കരുതിയിട്ടാണ് ഇതിനിറങ്ങി തിരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വിഷ്വൽ ഇല്ലായ്മ അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മഹാനായ ഒരു വ്യക്തിയുടെ ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ വിഷ്വൽ പോലും ഇല്ല. ഏകദേശം 2.5-3 വർഷമാണ് ലോകസഭാ ലൈബ്രറിയിൽ അടക്കം ഞങ്ങൾ തെരഞ്ഞത്. എവിടെ ഒന്നും ഞങ്ങൾക്ക് വിഷ്വൽ കിട്ടിയില്ല. അവസാനം ഒരു കല്യാണ വീട്ടിൽ എവിടെയോ ഭക്ഷണം കഴിക്കുന്ന ഒരു ചെറിയ വിഷ്വലാണ് ഈ ഇമ്പിച്ചിബാവയിലേതായിട്ട് കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ഈ ഇമ്പിച്ചിബാവ അംഗമായിട്ടുള്ള മന്ത്രിസഭാ അംഗങ്ങൾ ഇങ്ങനെ വന്ന് ഈ ഒരു പുഷ്പാർച്ചന നടത്തുന്ന ഒരു സിനിമയിലെ രംഗം, ഈ 2 വിഷ്വൽ മാത്രമാണ് ഇത്രയും ബൃഹത്തായ ഒരു ജീവിതാനുഭവമുള്ള. അത് 46-ൽ മരിച്ചുപോയ ഗാന്ധിജിയുടെയും മറ്റേ ഈ നെഹ്റുവിന്റെയും എല്ലാം, AKGയുടെ അടക്കം വിഷ്വലുണ്ട്. പക്ഷെ ഇമ്പിച്ചിബാവയുടെ വിഷ്വലില്ല.
ചിലപ്പോൾ നമ്മൾ അന്നൊന്നും അതിനെക്കുറിച്ച് അത്ര ബോധർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. വിഷ്വലില്ല എന്ന് പോട്ടെ, സ്റ്റില്ല് പോലും ഇല്ല. അവിടെയാണ് നമ്മളൊരു വലിയ പ്രതിസന്ധിയെ അനുഭവിക്കാൻ തുടങ്ങിയത്. നമുക്ക് ദൃശ്യങ്ങളില്ലാതെ ഒരു ഡോക്യുമെന്ററി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ വലിയ വെല്ലുവിളിയാണ്. അത് മാത്രമല്ല, ഇമ്പിച്ചി ബാവയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഫ്രെയിമിൽ ഒതുക്കാവുന്നതല്ല. തൊഴിലാളി നേതാവായിരുന്നു എന്ന് വെച്ചാൽ ആയിരുന്നു, സാമുദായിക പരിഷ്കർത്താവായിരുന്നു എന്ന് വെച്ചാൽ ആയിരുന്നു, ഈ ഒരുപാട് സംഘടനകളെ സംഘടിപ്പിച്ചിരുന്ന ആളായിരുന്നു എന്ന് വെച്ചാൽ അതുമായിരുന്നു. പിന്നെ ഇമ്പിച്ചി ബാവയുടേതായ തമാശകൾ, ഇമ്പിച്ചി ബാവയുടെ ഒളിവ് ജീവിതം, അതുകൊണ്ടാണ് ഒരു കടൽ പോലെയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു തിര മാത്രമാണ് ഞങ്ങൾ എടുത്തത്. അതിൻ്റെ ഒരു സംഗതി, ഈ മനുഷ്യൻ പലപ്പോഴും തിരക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, പലപ്പോഴും ക്ഷോഭിക്കും, ചിലപ്പോൾ ശാന്തമാകും, ചിലപ്പോൾ വളരെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ കിടക്കും, ചിലപ്പോൾ സാന്ത്വനിപ്പിക്കും. ഇങ്ങനെയെല്ലാം ഈ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. വേണമെങ്കിൽ അന്ന് ഞങ്ങൾക്ക് കുറെ ആലോചന ഉണ്ടായിരുന്നു, ഇമ്പിച്ചി ബാവയെ പോലെ തോന്നിക്കുന്ന ഒരാളെ ഉപയോഗിക്കാം. അപ്പൊ തോന്നി അല്ല, പൊന്നാനിക്കാരുടെ മനസ്സിലൊക്കെ ഒരു ഇമ്പിച്ചി ബാവയുണ്ട്, അവിടെ കൊണ്ടുവന്ന് പുതിയൊരു ഇമ്പിച്ചി ബാവയെ പ്രതിഷ്ഠിക്കേണ്ടതില്ല എന്ന് തോന്നി. അങ്ങനെ ഉണ്ടായ ഒരു ആലോചനയിൽ നിന്നാണ് കുറച്ച് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചത്. അപ്പൊ അത് കാണണം, അഭിപ്രായം പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. തീവ്ര കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ളവർ ചൈനയോടൊപ്പം നിന്നു. കോൺഗ്രസുമായി സഹകരണം വേണ്ടെന്ന് അവർ ആവർത്തിച്ചു. 1964 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് നിലവിലെ നേതൃത്വത്തിന്റെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ പ്രതിഷേധിച്ച് 32 പേർ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്നു. കലഹിച്ച് പുറത്തിറങ്ങിയവരിൽ മുൻനിരയിലുണ്ടായിരുന്നു സഖാവ് ഇ കെ ഇമ്പിച്ചി ബാവ. ആ 32 നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിക്കൊടുത്ത ആളുകളാണ്. സുന്ദരയ്യ, ബസവ് പുന്നയ്യ, പ്രമോദ് ദാസ് ഗുപ്ത, എ കെ ഗോപാലൻ, വി ടി രണദിവേ, അങ്ങനെയുള്ള ആ 32 പേരിൽ ഒരാളായിരുന്നു ഇമ്പിച്ചി ബാവ. പിളർപ്പിന് മുന്നോടിയായി സഖാവ് ബസവ് പുന്നയ്യ തയ്യാറാക്കി അവതരിപ്പിച്ച രേഖയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒപ്പുവെച്ചതും ഇ കെ ഇമ്പിച്ചി ബാവയായിരുന്നു. ഒരു പുതിയ പാർട്ടി ഉണ്ടാവാൻ പോകുന്നു, CPIM എന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞത് ഇമ്പിച്ചി ബാവ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് CPIM അംഗീകരിച്ച പരിപാടി ആദ്യം അംഗീകരിച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇമ്പിച്ചി ബാവ. സാധാരണ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു ആഘാതമായിരുന്നു ഈ പിളർപ്പ്. അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ തന്നെ ഇതിലേക്ക് തന്നെ കിരിഞ്ഞിറങ്ങി വന്നിട്ടുള്ള ഒരു വലിയ സംഭവമാണ്. ആശയപരമായ ഭിന്നിപ്പിൽ അവരിൽ പലരും അന്താളിച്ചു നിന്നു. നേതൃത്വബലം CPIക്കായിരുന്നു കൂടുതൽ. മുഹമ്മദ് റഹ്മാന്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. അസാമാന്യ ആത്മധൈര്യമുള്ള ആളായിരുന്നു മുഹമ്മദ്. ഏതെങ്കിലും പൊതുയോഗത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ പൊതുയോഗം നടത്താൻ പറ്റാത്ത ചുറ്റുപാടുകളാണെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമായിരുന്നു, ഞങ്ങൾ ഇനിയും വരും, ഇത്രാം തീയതി ഇന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കും എന്ന് പറയുന്ന ഒരു രീതി മുഹമ്മദ് റഹ്മാൻ സാഹിബ്. പിൽക്കാല ജീവിതത്തിൽ മുഴുവൻ ഇമ്പിച്ചി ബാവ പിന്തുടർന്നത് ഈ രീതിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ കടുത്ത ആരാധകനായിരുന്നു ഇ കെ ഇമ്പിച്ചി ബാവ. അതുകൊണ്ട് തന്നെ തൊപ്പിയും ഷാളും ധരിച്ച് സുഭാഷ് ചന്ദ്രബോസിനെ പോലെയായിരുന്നു സ്കൂളിലെത്തിയിരുന്നത്. ചുറുചുറുക്കുള്ള ഈ വിദ്യാർത്ഥിയെ അപ്രതീക്ഷിതമായാണ് സഖാവ് കൃഷ്ണപിള്ള കണ്ടുമുട്ടുന്നത്. അങ്ങനെ കൃഷ്ണപിള്ള നിർദ്ദേശിച്ചാണ് SF-ന്റെ അന്ന് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപപ്പെട്ടു. ആ സംഘടനയുടെ പ്രവർത്തകനായിട്ട് ഇമ്പിച്ചി ബാവ മാറി. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ഒരിക്കലും ഇമ്പിച്ചി ബാവയുടെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് തന്നെ കൊടുക്കില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ഈ ക്ലാസ്സെല്ലാം സംഘടിപ്പിച്ചത്. നിങ്ങൾ എങ്ങനെ ഒരു മനുഷ്യരെയാണ് അയച്ചു തന്നത്? എന്ത് അയച്ചെന്നാണ് എന്താ കുഴപ്പം?
വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇയാളിന് വിക്കോട്ട് വിക്കൊഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ ഒരു സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് സാർ കൃഷ്ണപിള്ള എന്ത് ചെയ്യാമെന്ന് പറഞ്ഞത്. തനിക്കറിയോ ആരെയാ വന്നത്? അത് സാർ EMS ആണ്, നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ അധ്യാപകനാണ്. ഓ, അതാണോ EMS? സാർ EMSന് ആദ്യം കണ്ട അനുഭവം എംബിച്ചോ ഇങ്ങനെയാണ് എന്നോട് വിശദീകരിച്ചു. ഒളിവിൽ പ്രവർത്തിക്കുന്ന കാര്യം. എന്നിട്ട് അവസാനം ക്ലാസ് കഴിഞ്ഞിട്ട് EMS ചോദിച്ചു, എന്താണ് എന്താ മനസ്സിലായി, എന്താ വിപ്ലവം? അപ്പൊ എംബിച്ചോ ഉത്തരം പറഞ്ഞു, തകരാറ്. തകരാറാക്കാം, അതാണ് വിപ്ലവം. അപ്പൊ അത് കേട്ടപ്പോ EMS ചോദിച്ചു, ആദ്യത്തെ EMS ആയിട്ടുള്ള ഒരു എന്താ പറയാ കൺഫർമേഷൻ ആയിരുന്നു. ഇംബിച്ചിബാവയെ കുറിച്ച് സഖാവ് EMS പിന്നീട് ഇങ്ങനെ എഴുതി: കോഴിക്കോട്ടെ ഗണപത് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഞാൻ ഇംബിച്ചിബാവയെ അറിയും. ദേശീയവാദികളിൽ നിന്ന് വ്യത്യസ്തനായി കമ്മ്യൂണിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മുസ്ലിം ദേശീയ നേതാവായിരുന്നു ഇംബിച്ചിബാവ. 6 പതിറ്റാണ്ടോളം കാലം തിരുമ്പിയിട്ടുള്ള ഒരു വൃത്തികെട്ട മണം ഉള്ള ഒരു ജംകാടത്തിനകത്താണ് സഖാവ് ഇംബിച്ചി അവിടെയൊക്കെ ഞങ്ങളടക്കം കിടന്നു. അവിടെ മാസങ്ങളോളം അങ്ങനെ അന്ന് അതിൽ കിടക്കേണ്ടി വന്നു. പിന്നെ അതിനകത്ത് ജയിലിലെ സമരമെല്ലാം നടത്തിയത്, നിരാഹാര സമരമെല്ലാം എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് പിന്നെ അവിടെ കട്ടിലെല്ലാം കിട്ടിയത്. ഇംബിച്ചോ ഒരു പ്രത്യേക രൂപത്തിലേക്കാണ്, എന്തിനെ ഫേസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക്. ഞങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരെന്നൊരിക്കും ഭൂരിപക്ഷം ആൾക്കാർ ചെറുപ്പക്കാരാണ്. പക്ഷെ ഇംബിച്ചോയെ സംബന്ധിച്ചിടത്തോളം അനുഭവ സമ്പത്തുള്ളതുകൊണ്ട് ജയിലിൽ എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിനകത്ത് മുഴുവുണ്ടാവും, മറ്റു രൂപത്തിലേക്ക് പലതുണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, വേറൊന്നും കിട്ടാൻ പോകുന്നില്ല ജയിലിനകത്ത്. അപ്പൊ എന്തും കഴിക്കാനുള്ള മനസാന്നിധ്യവും അതുപോലെ തന്നെ ഇതൊക്കെ നേരിടാനുള്ള കരുത്തും വേണം എന്ന ഉപദേശം ആദ്യം നിന്ന് ജയിലിനകത്ത് ഇംബിച്ചോ തന്നിരുന്നു. പൊരുതി നേടിയ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ പഴുതുകളിലൂടെ സ്വേച്ഛാധിപതികൾക്ക് അടിയറ വയ്ക്കുവാനുള്ളതല്ല എന്ന് സഖാവ് ചങ്കൂറ്റത്തോടെ പ്രസംഗിച്ചു. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പൊന്നാനിയെ പ്രകമ്പനം കൊള്ളിച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് ആദ്യത്തെ, ഇന്ന് വളരെ ചെറുപ്പമാണ് അദ്ദേഹം, ആദ്യത്തെ മീറ്റിംഗ് പാലപ്പെട്ടി തട്ടുറമ്പിലാണ്. ഒരു കസേരയും ഒരു മേശയും മാത്രമാണ്, മൈക്കില്ല. അന്ന് മൈക്കൊക്കെ അപൂർവ വസ്തുവാണ്. ഒരു വൈകുന്നേരം 3 മണിക്കൂർ പ്രസംഗിച്ചു.